ഈ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഏത് ജില്ലയിൽ നിന്നുള്ള ഏത് മേഖലയിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും ട്രെൻഡ് നിശ്ചയിക്കുക? ഒരു ആദ്യ ഫലസൂചനകളിൽ ഭരണം എങ്ങോട്ടാണ് മാറുകയാണോ നിലനിൽക്കുകയാണോ എന്ന് മനസ്സിലാക്കുക എവിടുത്തെ വോട്ടുകൾ എണ്ണുമ്പോഴായിരിക്കും? മൂന്ന് ജില്ലകൾ അതിനകത്ത് പ്രധാനപ്പെട്ടതായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അജിംസ്, ഇപ്പോൾ അസ്ലം സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല ഇടതുമുന്നണിക്ക് അധികാരം നേടി നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലയാണ്. പക്ഷേ ഇത്തവണ അവിടെ ആ കോഴിക്കോട് ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നാദാപുരം, കുറ്റ്യാടി, കൊയിലാണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില ആശങ്കകൾ ഇടതുമുന്നണിക്കുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പിന്നീടുള്ളത് രണ്ട് ജില്ല, ഒന്ന് തിരുവനന്തപുരം ജില്ലയും ഒന്ന് കൊല്ലം ജില്ലയുമാണ്. കൊല്ലത്താണെങ്കിൽ 2016 തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും ജില്ലയിലെ മുഴുവൻ സീറ്റും വിജയിച്ച ഇടതുമുന്നണി ജയിച്ച സ്ഥലമായിരുന്നു. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു, ഒന്ന് കുണ്ടറയും ഒന്ന് കരുനാഗപ്പള്ളിയും. ഇത്തവണ കൊല്ലം ജില്ലയിൽ മറ്റ് ചില സീറ്റുകൾ കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒന്ന് കുന്നത്തൂര്, അതുപോലെ തന്നെ കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ മികച്ച പോരാട്ടമാണ് LDF സ്ഥാനാർത്ഥി ജയമോഹനെതിരെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് കൊല്ലം മണ്ഡലം, പിന്നീടുള്ളത് കുണ്ടറ, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി, ഈ 4 സീറ്റുകളിൽ മികച്ച മത്സരം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ ഒരു ഷിഫ്റ്റ് അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ മികച്ച മത്സരം നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മത്സരം നടന്നു. 6 വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് നെയ്യാറ്റിൻകര. പിന്നീടുള്ളത് കാട്ടാക്കടയാണ്. കാട്ടാക്കട ത്രികോണ പോരാട്ടമായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ പ്രചരണത്തിലുടനീളം പേരെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വോട്ട് ഇത്തവണ കിട്ടും എന്ന പ്രതീക്ഷ UDF ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ മത്സരം പ്രവചിക്കാൻ കഴിയുന്നില്ല. അരുവിക്കര ഒരു അട്ടിമറി നടക്കുമോ എന്ന ആശങ്ക ഇടതു ക്യാമ്പുകൾക്ക് തന്നെ നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം സീറ്റ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് കിട്ടിയതാണ്. ഇത്തവണ CP ജോണിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. LDF വലിയ പ്രതീക്ഷ അങ്ങനെ പങ്കുവെക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകൾ, ഈ ജില്ലകളിലെ വോട്ടുകളും സീറ്റുകളും നിർണായകം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ളത് പത്തനംതിട്ട ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ പത്തനംതിട്ട എല്ലാ സീറ്റും ജയിച്ചതാണ്. ഇത്തവണ പക്ഷേ തിരുവല്ലയിൽ മികച്ച മത്സരം നടന്നിട്ടുണ്ട്. ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവം തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അവിടെ പ്രാദേശിക തലത്തിൽ കുറച്ച് എതിർപ്പ് മാത്യു ടി തോമസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. റാന്നിയിൽ മികച്ച മത്സരം നടന്ന സ്ഥലമാണ്. കോന്നിയിൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീടുള്ളത് ആറന്മുളയാണ്. ആറന്മുള സീറ്റ് വീണ ജോർജ് മത്സരിച്ച സീറ്റിൽ അവിടെ അബിൻ വർക്കി വന്നതോടുകൂടി അവിടെ ഒരു നല്ല മത്സരത്തിൻ്റെ സ്വഭാവം അവിടെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെക്കൻ കേരളത്തിലെ 2-3 ജില്ലകളും ഭരണത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അജിംസ്.